ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. പരീക്ഷാ പേടിയിൽ വലിഞ്ഞു മുറുകിയ മനസ്സ് ശാന്തമാക്കാൻ കുറേ സൂത്രവിദ്യകളുണ്ട്. അതിൽ കുറച്ച് വിദ്യകളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചെറിയ തോതിലുള്ള ടെൻഷൻ ഉഴപ്പാതെ പഠിക്കാൻ സഹായിക്കുന്ന ഇന്ധനമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലേ? അത് ശരി തന്നെ. പക്ഷേ ടെൻഷൻ മനസ്സിനെ കീഴ്പ്പെടുത്തിയാലോ? അമിതമായ പേടി മൂലം പഠിക്കുന്നതൊന്നും നമുക്ക് ഓർത്തെടുക്കാനോ ഒന്നും പറ്റാതെ വരും. ചിലരിൽ പരീക്ഷാപ്പേടി രോഗങ്ങളുടെ രൂപത്തിലും പ്രകടമാകും. ശക്തിയായി നെഞ്ചിടിക്കുക, കൈവിറയ്ക്കുക, ശ്വാസതടസ്സം, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടും നെഞ്ചുവേദനയും, വയറിളക്കം, പിന്നെ മറ്റ് അസ്വസ്ഥതകൾ, പഠിച്ചത് മറന്നു പോവുക, ബോധക്ഷയം എന്നിവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പരീക്ഷയെ ഇത്രമാത്രം പേടിക്കേണ്ടതില്ല എന്നതാണ് സത്യം. പരീക്ഷ എന്നത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കിയോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അതിൽ നിങ്ങൾ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം, അതത്ര വലിയ കാര്യമല്ല. ഇനിയും എത്രയോ പരീക്ഷകൾ എഴുതാനിരിക്കുന്നു. അതുകൊണ്ട് പരീക്ഷാ പേടിയിൽ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മനസ്സിനെ അയച്ചു വിടുക. എന്നിട്ട് ഇനി പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ക്ലോക്ക് നോക്കി ശ്രദ്ധ കൂട്ടാൻ കഴിയും. സമയം നഷ്ടമായാൽ ജീവിതം തന്നെ പാഴായി എന്നാണ് പറയാറ്. ഇനി പഠനം എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. തുടർച്ചയായ ഒരു വിഷയത്തിൽ മോശം മാർക്കാണോ കിട്ടുന്നത്? ആ വിഷയം സാധാരണ ഏറ്റവും അവസാനമല്ലേ നിങ്ങൾ പഠിക്കാറ്? ഇനി മുതൽ അത് ആദ്യം പഠിക്കുക. പിന്നെ വിഷമമുള്ളത് രണ്ടാമത് എന്ന ക്രമത്തിൽ പഠനം ക്രമീകരിക്കാം. ഓരോ വിഷയത്തിലും 35 അല്ലെങ്കിൽ 45 മിനിറ്റ് വീതം നീക്കി വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ ഗ്യാപ്പ് നൽകി ടൈം ടേബിൾ ഉണ്ടാക്കുക. എത്ര സമയം പഠിച്ചു എന്നതല്ല, എത്രമാത്രം പഠിച്ചു എന്നതാണ് പ്രധാനം. അതിനാൽ പഠനം ഏകാഗ്രതയോടെ വേണം. ഏകാഗ്രതയില്ലാത്തവർ ഇനി പറയാൻ പോകുന്നതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ക്ലോക്കിലെ സെക്കൻഡ് സൂചിയിലേക്ക് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ 2 മിനിറ്റ് ശ്രദ്ധിക്കുക. 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്. മനസ്സ് എവിടെയൊക്കെ പോകുന്നുണ്ടല്ലേ? അപ്പോൾ വീണ്ടും 2 മിനിറ്റ് ശ്രദ്ധ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. പിന്നെയും 30 സെക്കൻഡ് കഴിയുമ്പോൾ ശ്രദ്ധ പാളിപ്പോകും. അപ്പോൾ വീണ്ടും 2 മിനിറ്റ് കൂടി ശ്രദ്ധ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. കുറേ ദിവസത്തെ പരിശ്രമം കൊണ്ട് 2 മിനിറ്റ് പൂർണ്ണമായും ഏകാഗ്രത നിലനിർത്താൻ നിങ്ങൾക്കാകും. ഇനി ജയിക്കാൻ വേണ്ട പഠന രീതിയെപ്പറ്റി പറയാം. ഷോർട്ട് ടൈം മെമ്മറിയെ ലോങ് ടൈം മെമ്മറി ആക്കുകയാണ് പഠനത്തിൽ നടക്കുന്നത്. ആവർത്തിച്ചുള്ള പഠനം കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ ഉറപ്പിച്ചു വയ്ക്കാൻ സഹായിക്കും. ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് ഉറക്കെ വായിക്കുകയോ പതുക്കെ വായിക്കുകയോ ആകാം. പഠിച്ച ഭാഗങ്ങളെക്കുറിച്ച് നോട്ട് കുറിക്കുന്നതും റിവിഷൻ സമയത്ത് ആ നോട്ടുകൾ നോക്കി പഠിച്ചവ ഓർത്തെടുക്കുന്നതും ഗുണകരമാണ്. ഉച്ചത്തിൽ വായിക്കുന്നത് ശരിയല്ല എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ നിശബ്ദമായി വായിക്കുന്നതിനേക്കാളും മനസ്സിരുത്തി വായിക്കാൻ ഇതുകൊണ്ട് കഴിയും. ഈ രീതിയിൽ 2 പ്രാവശ്യമാണ് ഒരു കാര്യം പഠിക്കുന്നത്. നോക്കി വായിക്കുന്നത് വഴിയും വായിച്ച ഭാഗം വീണ്ടും കേൾക്കുന്നത് വഴിയും. പഠിക്കാനുള്ളവയെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് പഠിച്ച് ഓർത്തു വയ്ക്കുന്നതും രസകരമായ പദങ്ങളോടും സംഭവങ്ങളോടും ചേർത്ത് ഓർത്തു വയ്ക്കുന്നതും പ്രയോജനം ചെയ്യും. പഠിക്കാനുള്ളവയെ ഒരു സിനിമ കാണുന്നത് പോലെ ചിത്രങ്ങളായി കണ്ട് ഓർമ്മിച്ചു വയ്ക്കുന്നതും ഗുണകരമാണ്. പ്രധാന പോയിന്റുകളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് രസകരങ്ങളായ വാക്കുകൾ ഉണ്ടാക്കുന്ന രീതി ഉപന്യാസങ്ങളും മറ്റും ഓർക്കാൻ സഹായകമാകും. ഇത്തരം പ്ലാനിങ്ങും പഠനരീതിയും എല്ലാം ശരിയാക്കിയിട്ടും പരീക്ഷാ പേടി മാറാത്തവർക്ക് കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും നൽകേണ്ടി വരും. കൗൺസിലിംഗ് സെഷനുകൾ കുട്ടിയിലെ അമിതമായ ഭീതിയും ഉത്കണ്ഠയും നീക്കി ആത്മവിശ്വാസം നിറയ്ക്കും. ഇത് വിജയിക്കുമെന്ന വിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ കുട്ടിയെ പ്രാപ്തനാക്കും. പരീക്ഷയെ വെറുക്കുകയും പഴിക്കുകയും ചെയ്യാതെ പോസിറ്റീവായി നേരിടാനും കൗൺസിലിംഗ് സഹായിക്കും. വീട്ടിൽ കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്ന ചില ചെറിയ തെറാപ്പികളാണ് ഇനി പറയുന്നത്. ഇത് ചെയ്യും മുമ്പ് ഒരു കാര്യം ഓർക്കുക. അനാവശ്യമായ ഒരു ഭീതിയാണ് നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭീതിയെ ചെറുത്തു തോൽപ്പിക്കാൻ ചില വിദ്യകൾ പറയാം. 1. ഇമേജറി ടെക്നിക്ക്. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പേ ഈ ടെക്നിക്ക് പരിശീലിച്ചു തുടങ്ങാം. നിങ്ങൾ പരീക്ഷ എഴുതുന്ന ഹാളാണ് മനസ്സിൽ ആദ്യം സങ്കല്പിക്കേണ്ടത്. അവസാനത്തെ ഓടിച്ചു നോക്കലും കഴിഞ്ഞ് ഹാളിലേക്ക് പ്രവേശിച്ചു നിങ്ങൾ സ്വന്തം സീറ്റ് കണ്ടുപിടിക്കുന്നു. ഹാൾ ടിക്കറ്റ് മുമ്പിൽ വിടർത്തി വയ്ക്കുന്നു. പേനയും പെൻസിലും മറ്റ് സാമഗ്രികളും അടുത്തു തന്നെ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു. അതാ നിങ്ങളുടെ ചോദ്യപേപ്പർ കൊണ്ടുവന്നു കഴിഞ്ഞു. ഒരു പുഞ്ചിരിയോടെ ആ ചോദ്യപേപ്പർ ഒന്ന് മറിച്ചു നോക്കുന്നു നിങ്ങൾ. എന്തത്ഭുതം! എല്ലാ ചോദ്യവും നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നുള്ളവ തന്നെ. ഏറ്റവും മനോഹരമായി എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതി തുടങ്ങുന്നു. ഒടുവിൽ സമയത്തിനു തന്നെ ഉത്തരമെഴുതി തീർത്ത് ഉത്തരപേപ്പർ ഒന്ന് ഓടിച്ചു നോക്കി അധ്യാപകനെ ഏൽപ്പിച്ച ശേഷം സംതൃപ്തിയോടെ നിങ്ങൾ ഹാൾ വിട്ടിറങ്ങുന്നു. ഈ സീനുകൾ എല്ലാ ദിവസവും മനസ്സിൽ കാണുക. ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നിങ്ങളിൽ നിറയുന്നത് കാണാം. പരീക്ഷയെ പേടിക്കാതെ പഠിക്കാൻ ഇതും നിങ്ങളെ സഹായിക്കും, തീർച്ച.
2. സെൽഫ് ഹിപ്നോസിസ്. ഈ ടെക്നിക് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പുമാണ് ചെയ്യേണ്ടത്. ഈ സമയത്താണ് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ പ്രവർത്തന നിരതമായിരിക്കുന്നത്. ഈ മനസ്സാണ് ഒരാളുടെ വികാരങ്ങളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നത്. ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കസേരയിലിരുന്ന് കണ്ണുകൾ അടയ്ക്കുക. 30 മുതൽ 0 വരെ എണ്ണുക. വെറുതെ എണ്ണിയിട്ട് കാര്യമില്ല, അതിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കണം. ഇനി ദീർഘമായി ശ്വാസമെടുക്കുക, ദീർഘമായി നിശ്വസിക്കുക. ഇതോടെ മനസ്സിലെ പിരിമുറുക്കങ്ങളെല്ലാം അയഞ്ഞ് മനസ്സ് സ്വതന്ത്രവും ശാന്തവുമാകുന്നത് അനുഭവിച്ചറിയാം. അടുത്ത പ്രാവശ്യം ദീർഘമായി ശ്വാസമെടുക്കുമ്പോൾ നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണം കിട്ടിയതായി മനസ്സിൽ പറയുക. ഉദാഹരണത്തിന്, പരീക്ഷാ പേടി മാറി ഞാൻ തികഞ്ഞ ആത്മവിശ്വാസമുള്ളയാളായി എന്ന് പറയാം. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പരീക്ഷാ പേടിയും ടെൻഷനും പോയി എന്ന് പറയുക. ഇങ്ങനെ 30 തവണ പറയണം. ഇനി വളരെ സാവധാനം കണ്ണു തുറക്കുക. നെഞ്ചിലെ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നില്ലേ? ഇനി പഠിച്ചു തുടങ്ങാം. 3. റിലാക്സേഷൻ മാർഗങ്ങൾ. മനസ്സിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ടെൻഷനും ഉത്കണ്ഠയും മാറി സ്വച്ഛവും ശാന്തവുമായ മാനസിക നില കൈവരിക്കാൻ ചില വിശ്രാന്തി വ്യായാമങ്ങൾ സഹായിക്കും. മെഡിറ്റേഷൻ അഥവാ ധ്യാനം. ഇതാർക്കും എവിടെയും വെച്ച് ചെയ്യാവുന്ന ലളിതമായൊരു വ്യായാമ മുറയാണ്. ദിവസവും 2 നേരം ചെയ്യാവുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക് പറയാം. തറയിൽ പായ വിരിച്ച് കിടക്കുക. കണ്ണടച്ച് മനസ്സിൻ്റെ ശ്രദ്ധ തള്ളവിരൽ മുതൽ മറ്റു വിരലുകളിലേക്ക് കൊണ്ടുവരിക. അവയുടെ എല്ലാം പേശികൾ അയഞ്ഞതായി സങ്കല്പിക്കുകയും അയച്ചു വിടുകയും ചെയ്യുക. ഇങ്ങനെ തന്നെ കാൽവിരൽ മുതൽ തലവരെയുള്ള ഓരോ ഭാഗത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരികയും പേശികൾ അയച്ചു വിടുകയും ചെയ്യാം. അവസാനം മൂക്കിൻ്റെ അഗ്രഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു തണുപ്പും പുറത്തേക്ക് വിടുമ്പോൾ ഒരു ചൂടും അനുഭവപ്പെടും. ഇങ്ങനെ 50-55 പ്രാവശ്യം ശ്വാസഗതി മാത്രം ശ്രദ്ധിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുക. മനസ്സ് ആകുലതകളും ആശങ്കകളും അകന്ന് ശാന്തമാകുന്നത് അനുഭവിച്ചറിയാം. 4. വിഷാദം ഒഴിവാക്കാം. ലളിതമായ യോഗാസനങ്ങൾ പരിശീലിക്കുന്നത് മനസ്സിൽ നിറയുന്ന ആദി അകറ്റും. ചില കുട്ടികളിൽ പരീക്ഷാപ്പേടി വർദ്ധിച്ച് വിഷാദത്തിലെത്താം. വിഷാദത്തിൻ്റെ പിടിയിൽ അമരുന്നതോടെ താൻ കഴിവുകെട്ടവനാണെന്ന തോന്നലുണ്ടാകും. അതോടെ പഠിക്കുന്നതൊന്നും തലയിൽ കയറാതാകും. ഓരോ വരി വായിക്കുമ്പോഴും ഇതൊന്നും ഓർത്തു വയ്ക്കാനാവില്ലെന്നും മനസ്സ് പറയാൻ തുടങ്ങും. ഒടുവിൽ ഇനി ആത്മഹത്യ മാത്രമാണ് പോംവഴി എന്ന ചിന്തയിലെത്താം. അതുകൊണ്ട് കുട്ടി പരീക്ഷയോട് അമിതമായ പേടിയും ഉത്കണ്ഠയും കാണിക്കാൻ തുടങ്ങുമ്പോഴേ വേണ്ട കൗൺസിലിംഗ് നൽകുക. ഇനി പരീക്ഷയുടെ അന്ന് ടെൻഷൻ അടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. തലേന്ന് തന്നെ പേനയും പെൻസിലും ഹാൾ ടിക്കറ്റും റൈറ്റിംഗ് ബോർഡും ബാഗിലെടുത്ത് വയ്ക്കുക. ഒരേ മഷിയുള്ള 2-3 പേന കരുതാം. പുതിയ പേന വാങ്ങിയതാണെങ്കിൽ നന്നായി തെളിയുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. പരീക്ഷയുടെ അന്ന് രാവിലെ മിതമായ ഭക്ഷണം മതി. അധികം എണ്ണയും നെയ്യുമുള്ള ഭക്ഷണം കഴിക്കരുത്. പുതിയ ഭക്ഷണ പരീക്ഷണങ്ങളും വേണ്ട. പിന്നെ പരീക്ഷയുടെ തലേന്ന് പരമാവധി 10 മണിവരെ മാത്രം ഇരുന്ന് പഠിക്കുക. ഉറക്കമിളച്ച് പഠിക്കേണ്ട. പരീക്ഷാ ഹാളിൽ കയറും മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയും ആഴത്തിലൊന്ന് ശ്വസിക്കുകയും ചെയ്യുക. ഇനി കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഒരു പരിധിവരെ നിങ്ങളുടെ അമിത പ്രതീക്ഷകളും സമ്മർദ്ദവുമാണ് കുട്ടിയുടെ പരീക്ഷാ പേടിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് കുഞ്ഞു മനസ്സുകളെ അധിക സമ്മർദ്ദത്തിലാക്കാതിരിക്കുക. പരീക്ഷയിലെ ജയവും തോൽവിയും പ്രധാനപ്പെട്ടതല്ലെന്നും പഠനത്തിൻ്റെ ഭാഗം മാത്രമാണെന്നും കുട്ടികളോട് പറയാം. അവർക്ക് വേണ്ട വൈകാരിക പിന്തുണ നൽകുക. രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്നിങ്ങനെയുള്ള ചിട്ടകൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവർക്ക് താല്പര്യവും മൂടുമുള്ള സമയത്ത് അവർ പഠിക്കട്ടെ. സമയാസമയങ്ങളിൽ പോഷകാഹാരം നൽകുക. വേണ്ടത്ര വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പഠനത്തിനിടയ്ക്ക് വേണ്ടത്ര വിശ്രമം എടുക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ.